വെൽക്കം ബാക്ക് മൈ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് ഫ്രണ്ട്സ്. GST ആയിട്ട് ബന്ധപ്പെട്ട രണ്ടാമത്തെ ക്ലാസ് ആണിത്. കഴിഞ്ഞ ക്ലാസ് കണ്ടില്ല എങ്കിൽ കഴിഞ്ഞ ക്ലാസ് കണ്ടതിന് ശേഷം ഈ ക്ലാസ് കാണുക. ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് GST അക്കൗണ്ടിംഗ് ആണ്. എങ്ങനെ GST ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു GST എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ ഈടാക്കുന്നുണ്ട്. ഇൻട്രാ-സ്റ്റേറ്റ് മൂവ്മെന്റിനും ഇന്റർ-സ്റ്റേറ്റ് മൂവ്മെന്റിനും. ഇൻട്രാ-സ്റ്റേറ്റ് മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു സംസ്ഥാനത്തിനകത്ത് മാത്രം ട്രേഡ് നടത്തപ്പെടുകയാണെങ്കിൽ GST എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്, CGST ആൻഡ് SGST. CGST എന്ന് പറയുമ്പോൾ ദാറ്റ് റവന്യൂ ഗോസ് ടു ദി സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് SGST മീൻസ് ദാറ്റ് റവന്യൂ ഗോസ് ടു ദി സ്റ്റേറ്റ് ഗവൺമെന്റ്. ആൻഡ് ദി കേസ് ഓഫ് ഇന്റർസ്റ്റേറ്റ് മൂവ്മെന്റ്, ഗുഡ്സ് ഒരു സംസ്ഥാനത്തു നിന്നും വേറൊരു സംസ്ഥാനത്തേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ, അതായത് രണ്ട് സംസ്ഥാനത്തുള്ള ട്രേഡേഴ്സ് തമ്മിലാണ് വ്യാപാരം നടത്തുന്നതെങ്കിൽ അവിടെ ചാർജ് ചെയ്യുന്ന GST ആണ് പറയുന്നത് IGST. GST അക്കൗണ്ടിങ് തുടങ്ങുന്നതിന് മുന്നേ ഒരു പ്രധാനപ്പെട്ട ടേം കൂടി നമുക്ക് പഠിക്കാം, ഇൻപുട്ട് GST. ഒരു വ്യാപാരിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യാപാരി സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് GST കൊടുക്കുന്നുണ്ട്. അതുപോലെ ആ വ്യാപാരി സാധനങ്ങൾ വിൽക്കുന്ന സമയത്ത് അവരിൽ നിന്നും GST കളക്ട് ചെയ്യുന്നുണ്ട്. ഒരു വ്യാപാരിയെ സംബന്ധിച്ചിടത്തോളം സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് കൊടുക്കുന്ന GST ആണ് പറയുന്നത് ഇൻപുട്ട് GST. അത് SGST ആണ് പേ ചെയ്യുന്നതെങ്കിൽ ഇൻപുട്ട് SGST, CGST പേ ചെയ്യുമ്പോൾ അതിനെ ഇൻപുട്ട് CGST, IGST പേ ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് പറയുന്ന പേര് അതിന് ഇൻപുട്ട് IGST. ഇപ്പൊ സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്തോ ചെലവുകളുടെ പൈസ കൊടുക്കുന്ന സമയത്തോ GST ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ GST കൊടുക്കുകയാണെങ്കിൽ അത്തരം GST ആണ് പറയുന്നത് ഇൻപുട്ട് GST. That may be input SGST, input CGST or input IGST. Similarly, output GST. Output GST എന്ന് പറയുമ്പോൾ ഒരു വ്യാപാരി സാധനങ്ങൾ വിൽക്കുന്ന സമയത്ത് അവരിൽ നിന്നും GST കളക്ട് ചെയ്യുന്നു. അങ്ങനെ കളക്ട് ചെയ്യുന്ന GST ആണ് പറയുന്നത് ഔട്ട്പുട്ട് GST എന്ന് പറയുന്നത്. ഇൻപുട്ട് GST പറഞ്ഞതുപോലെ തന്നെ ഔട്ട്പുട്ട് GSTയും ഔട്ട്പുട്ട് SGST, ഔട്ട്പുട്ട് CGST, ഔട്ട്പുട്ട് IGST എന്നിവയാകാം. കളക്ട് ചെയ്യുന്ന GST SGST ആണെങ്കിൽ അതിനെ ഔട്ട്പുട്ട് SGST എന്നും, CGST ആണ് കളക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ ഔട്ട്പുട്ട് CGST എന്നും, IGST ആണ് കളക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ ഔട്ട്പുട്ട് IGST എന്നും പറയുന്നു. ഇനി നമുക്ക് അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. Example number 1. Record necessary journal entries assuming CGST at the rate of 5% and SGST at the rate of 5% and all transactions are occurred within Kerala. First, Vinod bought goods rupees 10,000 on cash. He sold goods for rupees 15,000 in the same state on cash. ഇവിടെ രണ്ട് ഇടപാടുകൾ മാത്രമാണ് തന്നത്, രണ്ടും കേരളത്തിനകത്ത് മാത്രം നടന്ന ഒരു ഇടപാടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ചാർജ് ചെയ്യേണ്ട GST എന്ന് പറയുന്നത് CGST ആൻഡ് SGST ആണ്. ഇതിൻ്റെ ജേണൽ എൻട്രീസ് എന്തൊക്കെയാണ് വരിക എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, വിനോദ് ബോട്ട് ഗുഡ്സ് rupees 10,000 ഓൺ ക്യാഷ്. സാധനങ്ങൾ ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചു. ഇപ്പോൾ ക്യാഷ് കൊടുത്ത് സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കാം ജേണൽ എൻട്രി? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. യെസ്, പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. ഇവിടെ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നത് 10,000 റുപ്പിയുടെ സാധനങ്ങളാണ് വാങ്ങിച്ചത്. അതുകൊണ്ട് തന്നെ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് 10,000 ടു ക്യാഷ് എന്ന് പറയുമ്പോൾ 10,000 കൊടുത്താൽ പോരാ, 10,000 പ്ലസ് 10% GST ഉണ്ട്, 5% CGST ആൻഡ് 5% SGST. അപ്പോൾ മൊത്തം ക്യാഷ് കൊടുക്കേണ്ടി വരിക 10,000 പ്ലസ് 500 പ്ലസ് 500 ടോട്ടൽ 11,000 റുപ്പി ക്യാഷ് കൊടുക്കണം.
ഇപ്പോൾ ഈ 11,000 റുപ്പി എന്ന് പറയുമ്പോൾ ആ 1,000 എക്സ്ട്രാ വരാൻ കാരണം 500 രൂപ CGST 500 രൂപ SGST ആണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു, ഗുഡ്സ് വാങ്ങിക്കുമ്പോൾ നമ്മൾ GST കൊടുക്കുകയാണെങ്കിൽ ആ GST പറയുന്ന പേര് ഇൻപുട്ട് SGST, ഇൻപുട്ട് CGST, ഇൻപുട്ട് IGST എന്നൊക്കെയാണ്. ഇപ്പോൾ ഇവിടെ CGSTയും SGSTയാണ് നമ്മൾ പേ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ അക്കൗണ്ട് നമുക്ക് ഇൻപുട്ട് CGST, ഇൻപുട്ട് SGST എന്ന് പറയാം. ഇപ്പോൾ ഇവിടെ ക്രെഡിറ്റ് 11,000 റുപ്പിയും ഡെബിറ്റ് 10,000 റുപ്പിയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇൻപുട്ട് CGST അക്കൗണ്ട് ഡെബിറ്റ് 500, ഇൻപുട്ട് SGST അക്കൗണ്ട് ഡെബിറ്റ് 500 എന്ന് എഴുതാം. ഇപ്പോൾ ഇവിടെ എൻട്രി വരുന്നത് പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് 10,000, ഇൻപുട്ട് CGST അക്കൗണ്ട് ഡെബിറ്റ് 500, ഇൻപുട്ട് SGST അക്കൗണ്ട് ഡെബിറ്റ് 500 ടു ക്യാഷ് 11,000. ഇവിടെ ഇൻപുട്ട് CGST അല്ലെങ്കിൽ SGST എന്നൊക്കെ പറയുന്നത് എപ്പോഴും ഡെബിറ്റാണ് വരിക, സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ കൊടുക്കുന്ന സമയത്ത്. ഇപ്പോൾ പൈസ കൊടുക്കുമ്പോൾ നമുക്കറിയാം പൈസ എപ്പോഴും ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ ഡെബിറ്റായിട്ട് വരുന്നത് പർച്ചേസസും ഇൻപുട്ട് CGST, SGST തുടങ്ങിയ അക്കൗണ്ടുകളായിരിക്കും. ഇനി രണ്ടാമത്തെ ഇടപാട് നോക്കാം. ഹി സോൾഡ് ഗുഡ്സ് ഫോർ ₹15,000 ഇൻ ദി സെയിം സ്റ്റേറ്റ് ഓൺ ക്യാഷ്. കേരളത്തിനകത്ത് തന്നെ ഗുഡ്സ് 15,000 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ 15,000 രൂപയ്ക്ക് സാധനങ്ങൾ വിറ്റു എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം ജേണൽ എൻട്രി? യെസ്, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് ആയിരിക്കും, സെയിൽസിൻ്റെ എൻട്രി അല്ലേ. ഇവിടെ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാഷ് കിട്ടുന്നത് സെയിൽസ് എമൗണ്ട് ആയ 15,000 മാത്രമല്ല 10% GST അടക്കം നമുക്ക് ലഭിക്കും. അപ്പോൾ 15,000 പ്ലസ് 10% GST, ദാറ്റ് ഈസ് 1,500. അപ്പോൾ ടോട്ടൽ ക്യാഷ് കിട്ടുന്നത് 15,000 പ്ലസ് 750 CGST, 750 SGST, ടോട്ടൽ 1,500. അങ്ങനെ ടോട്ടൽ എമൗണ്ട് വരുന്നത് 16,500. ടു സെയിൽസ് 15,000. നെക്സ്റ്റ് നമ്മൾ സാധനങ്ങൾ വിൽക്കുന്ന സമയത്ത് നമുക്ക് GST കിട്ടുമ്പോൾ അതിന് പറയുന്ന പേര് ഔട്ട്പുട്ട് CGST, ഔട്ട്പുട്ട് SGST, ഔട്ട്പുട്ട് IGST എന്നൊക്കെയാണ്. ഇപ്പോൾ ഇവിടെ CGSTയും SGSTയും മാത്രമാണ് വരുന്നത്, കാരണം വിത്തിൻ കേരളയാണ്. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ടുകൾ ടു ഔട്ട്പുട്ട് CGST 750, ടു ഔട്ട്പുട്ട് SGST 750. ഈ രണ്ട് ട്രാൻസാക്ഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മാസം ഈ ഒരു 2 ഇടപാടുകൾ മാത്രമേ ഉള്ളൂ എങ്കിൽ ഈ ഒരു 2 ഇടപാടുകൾ നോക്കിക്കൊണ്ട് ഡിഫറൻസ് GST എത്രയാണോ ആ ഡിഫറൻസ് GST നമ്മൾ ഗവൺമെൻറ്റിലേക്ക് അടക്കണം. നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ കൊടുത്ത GST 500 1000 രൂപയാണ്. നമുക്ക് സാധനങ്ങൾ വിൽക്കുന്ന സമയത്ത് നമുക്ക് ഗവൺമെൻറ്റിലേക്ക് കൊടുക്കാൻ വേണ്ടി കസ്റ്റമേഴ്സിനൊക്കെ നമ്മൾ കളക്ട് ചെയ്ത GST എന്ന് പറയുന്നത് 750 1,500 ആണ്. ഇനി നമുക്ക് വർക്കിംഗ് നോട്ടിലേക്ക് വരാം. ടോട്ടൽ ഇൻപുട്ട് CGST 500 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കൊടുത്ത CGST എന്ന് പറയുന്നത് 500 ആണ്. നമുക്ക് കിട്ടിയത് ഔട്ട്പുട്ട് CGST, നമ്മൾ കളക്ട് ചെയ്ത CGST എന്ന് പറയുന്നത് 750 ആണ്. അപ്പോൾ 750 രൂപ കിട്ടി, അതിൽ 500 രൂപ നേരത്തെ കൊടുത്തു, ഇനി 250 രൂപ കൂടി കൊടുക്കണം. അപ്പോൾ നെറ്റ് CGST പേയബിൾ 750 മൈനസ് 500 250. അതേപോലെ തന്നെ SGSTയുടെ കേസിലും നേരത്തെ നമ്മൾ SGST കൊടുത്തത് ഇൻപുട്ട് SGST 500, SGST ആയിട്ട് നമ്മൾ കളക്ട് ചെയ്തത് 750 രൂപയാണ്, ഔട്ട്പുട്ട് SGST 750. സോ നെറ്റ് SGST പേയബിൾ വിൽ ബി 750 മൈനസ് 500, ദാറ്റ് ഈസ് 250 റുപ്പി. ഇപ്പോഴിവിടെ ടോട്ടൽ CGST ആയിട്ട് ഗവൺമെൻറ്റിലേക്ക് കൊടുക്കേണ്ടത് 250 രൂപ, SGST ആയിട്ട് കൊടുക്കേണ്ടത് 250 രൂപ, അങ്ങനെ മൊത്തം 500 രൂപ ഗവൺമെൻറ്റിലേക്ക് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് SGST, CGST അതുപോലെ ഇൻപുട്ട് CGST, SGST അക്കൗണ്ടുകൾ കംപ്ലീറ്റ് ക്ലോസ് ചെയ്യണം. എന്നിട്ട് ഡിഫറൻസ് വരുന്ന ഈ 250 എന്ന് പറയുന്ന എമൗണ്ടുകൾ ഗവൺമെൻറ്റിന് കൊടുക്കുന്നതായിട്ട് നമ്മൾ ജേണൽ എൻട്രി എഴുതണം. അപ്പോൾ അതിന് ജേണൽ എൻട്രി വരുന്നത് ഇവിടെ നമ്മൾ ഔട്ട്പുട്ട് CGSTയും ഔട്ട്പുട്ട് SGSTയും നമ്മൾ ക്രെഡിറ്റ് ചെയ്തിട്ടാണുള്ളത്. അത് ക്ലോസ് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ ഔട്ട്പുട്ട് CGSTയും ഔട്ട്പുട്ട് SGSTയും ഡെബിറ്റ് ചെയ്യുക 750. ഇവിടെ എൻട്രിയിൽ വരുന്നത് ഔട്ട്പുട്ട് CGST അക്കൗണ്ട് ഡെബിറ്റ് 750, ഔട്ട്പുട്ട് SGST അക്കൗണ്ട് ഡെബിറ്റ് 750 ടു നേരത്തെ ഇൻപുട്ട് CGST ഇൻപുട്ട് SGSTയെ ഡെബിറ്റ് ചെയ്തിട്ടാണുള്ളത്, അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ആ അക്കൗണ്ടുകൾ ക്രെഡിറ്റ് ചെയ്യാം.
ഇപ്പോൾ ടു ഇൻപുട്ട് CGST അക്കൗണ്ട് 500, ടു ഇൻപുട്ട് SGST അക്കൗണ്ട് 500. ഡിഫറൻസ് വരുന്നത് 250 500 റുപ്പിയാണ്. അത് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാം. ടു ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ 500. അപ്പോൾ ഇതിൻ്റെ സെറ്റിൽമെൻറ്റ്, ഫൈനൽ സെറ്റിൽമെൻ്റ് ആയിട്ട് GSTയുടെ ജേണൽ എൻട്രി എഴുതേണ്ടത് ഔട്ട്പുട്ട് CGST അക്കൗണ്ട് ഡെബിറ്റ് 750 നമുക്ക് ടോട്ടൽ കിട്ടിയ CGST ആണ്. അതുപോലെ ഔട്ട്പുട്ട് SGST അക്കൗണ്ട് ഡെബിറ്റ് 750 നമുക്ക് ടോട്ടൽ കളക്ട് ചെയ്ത SGST. ടു ഇൻപുട്ട് CGST അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത CGST ആണ് 500. ടു ഇൻപുട്ട് SGST 500. ഡിഫറൻസ് വരുന്നത് നമുക്ക് ഗവൺമെൻറ്റിലേക്ക് ഇപ്പോഴും കൊടുക്കേണ്ട എമൗണ്ട് ആണ്. ടു ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ അക്കൗണ്ട് 500. ഇനി നമുക്ക് നോക്കാം എക്സാമ്പിൾ നമ്പർ 2. റെക്കോർഡ് നെസസറി ജേണൽ എൻട്രീസ് assuming CGST at the rate of 5% and SGST at the rate of 5%, and all transactions are occurred within Kerala. Shobit bought goods rupees 1 lakh on credit. He sold them for rupees 1,35,000 in the same state on credit. He paid for railway transport rupees 8,000. He bought computer printer for rupees 10,000. Paid പോസ്റ്റൽ ചാർജസ് റുപ്പീസ് 2000. ഇപ്പോഴിവിടെ 5 ഇടപാടുകളാണുള്ളത്. ആദ്യം ഗുഡ്സ് വാങ്ങിച്ചു, അതിന് CGSTയും SGSTയും കൊടുക്കണം. ഗുഡ്സ് വിറ്റു, അതിൻ്റെ അകത്ത് നമുക്ക് CGSTയും SGSTയും നമുക്ക് കിട്ടുന്നു. റെയിൽവേ ട്രാൻസ്പോർട്ട് ഫ്രൈറ്റ് കൊടുക്കുന്നു. അപ്പോൾ കൊടുക്കുന്ന സമയത്ത് അവിടെയും CGST SGST നമ്മൾ ഒന്നിച്ച് കൊടുക്കണം. കമ്പ്യൂട്ടർ പ്രിൻ്റർ വാങ്ങിക്കുന്നു, ആ സമയത്തും CGST SGST നമ്മൾ കൊടുക്കണം. പോസ്റ്റൽ ചാർജസ് പേ ചെയ്യുന്നു, ഇപ്പോൾ 2000 റുപ്പി പ്ലസ് SGST CGST കൂടി കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ എൻട്രീസ് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഷോബിത്ത് ബോട്ട് ഗുഡ്സ് റുപ്പീസ് 1 lakh ഓൺ ക്രെഡിറ്റ്. കടമായിട്ട് ഷോബിത്ത് സാധനങ്ങൾ വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ എന്താണ് സാധാരണ വരുന്ന എൻട്രി? യെസ്, പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് 1 lakh ടു ക്യാഷ് അല്ല, കടമാണ്. അതുകൊണ്ട് കടത്തിൻ്റെ ആളുടെ പേരൊന്നും നമുക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് നമുക്കിവിടെ ക്രെഡിറ്റേഴ്സ് എന്ന് എഴുതാം. പേര് തന്നിട്ടുണ്ടെങ്കിൽ വ്യക്തിയുടെ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ പേര് നമുക്ക് എഴുതാം. തരാത്തതുകൊണ്ട് ക്രെഡിറ്റേഴ്സ് എന്ന് എഴുതാം. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് 1 lakh ടു ക്രെഡിറ്റേഴ്സ്. നമുക്ക് സാധനങ്ങൾ കടമായിട്ട് വാങ്ങിക്കുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട പൈസ 1 lakh പ്ലസ് GST ആണ്. 5% CGST, 5% SGST. ദാറ്റ് ഈസ് 1 lakh പ്ലസ് 5,000 പ്ലസ് 5,000. ടോട്ടൽ നമ്മൾ കൊടുക്കേണ്ടത് 1,10,000 ആണ്. ഇപ്പോൾ 10,000 റുപ്പി എക്സ്ട്രാ കൊടുക്കണം. ആ എക്സ്ട്രാ 10,000 എന്ന് പറയുന്നത് CGSTയും SGST ആണ്. സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് കൊടുക്കുന്ന GST നമ്മൾ ഇൻപുട്ട് GST എന്നാണ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ ഡെബിറ്റിൽ കാണിക്കുക ഇൻപുട്ട് CGST അക്കൗണ്ട് ഡെബിറ്റ് 5,000, ഇൻപുട്ട് SGST ഡെബിറ്റ് 5,000. ഇവിടെ ഫസ്റ്റ് ജേണൽ എൻട്രി കംപ്ലീറ്റ് ആയി. ഇനി രണ്ടാമത്തെ എൻട്രി, he sold them for rupees 1,35,000 in the same state on credit. സാധനങ്ങൾ കടമായിട്ട് വിറ്റു 1,35,000 രൂപ പ്ലസ് GST ആണ്. സാധനങ്ങൾ വിൽക്കുമ്പോഴുള്ള എൻട്രി കടമാണ്. അപ്പോൾ കടമാകുമ്പോൾ പാർട്ടിയുടെ പേര് തന്നിട്ടില്ല. ഇപ്പോൾ നമുക്ക് കൂടി എന്തെഴുതാം? ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ്. ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യേണ്ടത് 1,35,000 ഗുഡ്സിൻ്റെ പ്രൈസും പ്ലസ് 5% GSTകളും. ഇവിടെ വരുന്നത് 6,750 പ്ലസ് 6,750, ടോട്ടൽ 1,48,500. സെയിൽസ് വരുന്നത് 1,35,000 തന്നെ. ഇനി ഇതിൻ്റെ കൂടെ വരുന്ന GSTകൾ നമുക്ക് ഔട്ട്പുട്ട് GST എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് ചെയ്യേണ്ടത് ടു ഔട്ട്പുട്ട് CGST 6,750 ടു ഔട്ട്പുട്ട് SGST 6,750. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് പർച്ചേസ് അക്കൗണ്ടിൻ്റെ കൂടെ തന്നെയാണ് ഇൻപുട്ട് GST നമ്മൾ എഴുതുന്നത്. അതുപോലെ സാധനങ്ങൾ വിൽക്കുന്ന സമയത്ത് സെയിൽസിൻ്റെ കൂടെയാണ് നമ്മൾ ഔട്ട്പുട്ട് GST നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ഇടപാട് നമുക്ക് നോക്കാം. ഹി പെയ്ഡ് ഫോർ റെയിൽവേ ട്രാൻസ്പോർട്ട് റുപ്പീസ് 8,000. 8,000 രൂപ റെയിൽവേ ട്രാൻസ്പോർട്ട്, റെയിൽവേ ഫ്രൈറ്റിന് വേണ്ടിയിട്ട് കൊടുത്തു. അപ്പോൾ അതിൻ്റെ എൻട്രി വരുന്നത് ഫ്രൈറ്റ് ചാർജ് പെയ്ഡ് അല്ലെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് പെയ്ഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും എൻട്രി? യെസ്, ട്രാൻസ്പോർട്ടേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്.
അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ അക്കൗണ്ട് ഡെബിറ്റ് എത്രയാണ്? 8,000 ആണ് വരേണ്ടത്. ടു ക്യാഷ് എത്ര ക്യാഷ് കൊടുക്കണം? 8,000 പ്ലസ് GST. ദാറ്റ് ഈസ് 8,000 പ്ലസ് 5% ആണ് 400 പ്ലസ് 400. ടോട്ടൽ 8,800 റുപ്പി ക്യാഷ് പേ ചെയ്യണം. ഇപ്പോൾ സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്തോ ചെലവുകൾ കൊടുക്കുന്ന സമയത്തോ GST പേ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ഇൻപുട്ട് GST ആണെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവിടെയും വരുന്നത് ഇൻപുട്ട് CGST, ഇൻപുട്ട് SGST ആണ്. അപ്പോൾ ഡിഫറൻസ് വരുന്ന 400 എന്ന് പറയുന്ന CGST, SGST നമ്മൾ ഡെബിറ്റ് ചെയ്യുക. ഇൻപുട്ട് CGST ഡെബിറ്റ് 400, ഇൻപുട്ട് SGST ഡെബിറ്റ് 400. ഇനി നമുക്ക് നാലാമത്തെ ഇടപാട് നമുക്ക് നോക്കാം. ഹി ബോട്ട് കമ്പ്യൂട്ടർ പ്രിൻ്റർ ഫോർ റുപ്പീസ് 10,000. 10,000 റുപ്പീസിന് കമ്പ്യൂട്ടർ പ്രിൻ്റർ വാങ്ങിക്കുന്നു. എന്തായിരിക്കാം എൻട്രി? യെസ്, കമ്പ്യൂട്ടർ പ്രിൻ്റർ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. ഇപ്പോൾ കമ്പ്യൂട്ടർ പ്രിൻ്റർ അക്കൗണ്ട് ഡെബിറ്റ് 10,000 ആണ് കാണിക്കേണ്ടത്. ടു ക്യാഷ് 10,000 പ്ലസ് GST. ഇപ്പോൾ 10,000 പ്ലസ് 500 പ്ലസ് 500 ദാറ്റ് ഈസ് 11,000. ഇനി 1,000 എക്സ്ട്രാ ഉണ്ട്, അത് CGST, SGST ആണ്. അതുകൊണ്ട് തന്നെ ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ടുകൾ ഇൻപുട്ട് CGST അക്കൗണ്ട് ഡെബിറ്റ് 500, ഇൻപുട്ട് SGST അക്കൗണ്ട് ഡെബിറ്റ് 500. ഇനി അടുത്തത് പോസ്റ്റൽ ചാർജസ് പെയ്ഡ് 2,000. അപ്പോൾ പോസ്റ്റൽ ചാർജസ് പേ ചെയ്യുമ്പോഴുള്ള എൻട്രി യെസ്, പോസ്റ്റൽ ചാർജസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. ഇപ്പോൾ പോസ്റ്റൽ ചാർജസ് അക്കൗണ്ട് ഡെബിറ്റ് 2,000 ടു ക്യാഷ്. ക്യാഷ് കൊടുക്കേണ്ടത് 2,000 പ്ലസ് GST ആണ്. ഇപ്പോൾ 2,000 പ്ലസ് 100 പ്ലസ് 100 ദാറ്റ് ഈസ് 2,200. ഇപ്പോൾ ഇവിടെ ഡിഫറൻസ് ആയിട്ട് വരുന്നത് ഡെബിറ്റിലാണ് കുറവ് വന്നിട്ടുള്ളത്. അവിടെ നമ്മൾ എഴുതുക ഇൻപുട്ട് CGST അക്കൗണ്ട് ഡെബിറ്റ് 100, ഇൻപുട്ട് SGST അക്കൗണ്ട് ഡെബിറ്റ് 100. ഇത്രയായി കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ് ആയി. ഇനി GST സെറ്റ് ഓഫ് ചെയ്യുന്ന എൻട്രിയാണ് എഴുതേണ്ടത്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇതുവരെ എന്തൊക്കെ GST ആണോ കൊടുത്തത് അത് മുഴുവനായിട്ടും ടോട്ടൽ ചെയ്യുക. അപ്പോൾ ടോട്ടൽ ഇൻപുട്ട് CGST, ടോട്ടൽ ഇൻപുട്ട് SGST കിട്ടും. അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ GST ആണോ ഇതുവരെ കളക്ട് ചെയ്തത് അത് കംപ്ലീറ്റ് പ്രത്യേകം ടോട്ടൽ ചെയ്യുക. അപ്പോൾ നമുക്ക് ടോട്ടൽ ഔട്ട്പുട്ട് CGSTയും ടോട്ടൽ ഔട്ട്പുട്ട് SGSTയും കിട്ടും. ഡിഫറൻസ് വരുന്നത് നമുക്ക് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യണം. ഇനി എക്സ്ട്രാ പേ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് റിട്ടേണിൽ അഡ്ജസ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് മന്തിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി വർക്കിംഗ് നോട്ട്സ് നോക്കാം. ടോട്ടൽ ഇൻപുട്ട് CGST നമ്മൾ ഇതുവരെ മൊത്തമായിട്ട് കൊടുത്ത GST ഇൻപുട്ട് CGST എന്ന് പറയുന്നത് 5,000 പ്ലസ് 400 പ്ലസ് 500 പ്ലസ് 100 ദാറ്റ് ഈസ് 6,000 റുപ്പി CGST ഇതുവരെയായിട്ട് നമ്മൾ കൊടുത്തു. നമുക്ക് കിട്ടിയത് ഔട്ട്പുട്ട് CGST ആയിട്ട് നമുക്ക് കിട്ടിയത് ഒരു തവണ മാത്രമേ സെയിൽസ് ഉണ്ടായിട്ടുള്ളൂ. ദാറ്റ് ഈസ് 6,750. ഇനി നമ്മൾ കൊടുക്കേണ്ടത് ഗവൺമെൻറ്റിലേക്ക് കൊടുക്കേണ്ടത് കിട്ടിയത് 6,750, ഇതുവരെ നമ്മൾ കൊടുത്തത് 6,000. അപ്പോൾ ഡിഫറൻസ് വരുന്ന 750 റുപ്പി ഇനി നമ്മൾ ഗവൺമെൻറ്റിലേക്ക് കൊടുക്കണം. ദാറ്റ് ഈസ് നെറ്റ് CGST പേയബിൾ 6,750 മൈനസ് 6,000 ദാറ്റ് ഈസ് 750. അതേപോലെ തന്നെ ടോട്ടൽ ഇൻപുട്ട് SGST നമുക്ക് ടോട്ടൽ നമ്മൾ ഇതുവരെയായിട്ട് കൊടുത്ത SGST എന്ന് പറയുന്നത് 5,000 പ്ലസ് 400 പ്ലസ് 500 പ്ലസ് 100 ദാറ്റ് ഈസ് 6,000. ടോട്ടൽ ഔട്ട്പുട്ട് SGST നമ്മൾ ഇതുവരെ കളക്ട് ചെയ്ത SGST എന്ന് പറയുന്നത് 6,750 ആണ്. അപ്പോൾ ഇതുവരെ നമ്മൾ കളക്ട് ചെയ്തത് 6,750യും അതിൻ്റെ അകത്ത് 6,000 മാത്രമേ നമ്മൾ ഇതുവരെയായിട്ട് GST പേ ചെയ്തിട്ടുള്ളൂ SGST. അപ്പോൾ ഡിഫറൻസ് വരുന്ന 750 റുപ്പി ഇനി നമ്മൾ ഗവൺമെൻറ്റിലേക്ക് കൊടുക്കണം. അപ്പം ഇൻപുട്ട് GSTയും ഔട്ട്പുട്ട് GSTയും സെറ്റ് ഓഫ് ചെയ്യുകയും വേണം. ഡിഫറൻസ് വരുന്ന എമൗണ്ട് ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുകയും വേണം. അതിൻ്റെ എൻട്രിയാണ് ഇനി നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ആ എൻട്രി നമുക്ക് നോക്കാം. ആദ്യം ഔട്ട്പുട്ട് CGSTയും ഔട്ട്പുട്ട് SGSTയും നമ്മൾ നേരത്തെ ക്രെഡിറ്റ് ചെയ്യുക ചെയ്തത്. അപ്പോൾ അത് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് രണ്ടും നമ്മളിപ്പോഴും ഡെബിറ്റ് ചെയ്യുക. ഔട്ട്പുട്ട് CGST അക്കൗണ്ട് ഡെബിറ്റ് 6,750, ഔട്ട്പുട്ട് SGST അക്കൗണ്ട് ഡെബിറ്റ് 6,750 ടു ഇൻപുട്ട് CGSTയും SGSTയും നേരത്തെ നമ്മൾ ഡെബിറ്റ് ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ അതിപ്പോൾ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി അതിനിപ്പോൾ ക്രെഡിറ്റ് ചെയ്യാം. അപ്പോൾ ടു ഇൻപുട്ട് CGST അക്കൗണ്ട് ടോട്ടൽ 6,000 ടു ഇൻപുട്ട് SGST അക്കൗണ്ട് 6,000 ടോട്ടൽ
ഡിഫറൻസ് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 1500 ആണ്. ആ 1500 എന്ന് പറയുന്നത് നമുക്ക് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇപ്പോൾ ടു ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ 1500. ഇതോടുകൂടി ജി എസ് ടിയുടെ എൻട്രി കംപ്ലീറ്റ് ആയി. ഇനി ഇങ്ങനെ ഒരേ എൻട്രി എഴുതി ജി എസ് ടികൾ സെറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില സമയത്ത് നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഏതൊക്കെ ജി എസ് ടി ഏതൊക്കെ വിധത്തിലാണ് സെറ്റ് ഓഫ് ചെയ്തതെന്ന് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓരോന്നും പ്രത്യേകം ക്ലോസ് ചെയ്യണം. ആദ്യം സി ജി എസ് ടി ക്ലോസ് ചെയ്യുക, പിന്നെ അതിനുശേഷം എസ് ജി എസ് ടി ക്ലോസ് ചെയ്യുക. അതിനുശേഷം ഗവൺമെൻറ്റിലേക്ക് ഇനി എത്ര പൈസയാണോ കൊടുക്കാനുള്ളത് അതിൻ്റെ എൻട്രി എഴുതുക. ഇപ്പോൾ പ്രത്യേകം എൻട്രി എഴുതണം. ആദ്യം സി ജി എസ് ടി ക്ലോസ് ചെയ്യുന്ന എൻട്രി നമുക്ക് എങ്ങനെ എഴുതാം? ഔട്ട്പുട്ട് സി ജി എസ് ടി അക്കൗണ്ട് ഡെബിറ്റ് 6000 ടു ഇൻപുട്ട് സി ജി എസ് ടി 6000. ഇപ്പോൾ ഇൻപുട്ട് സി ജി എസ് ടി കംപ്ലീറ്റ് ആയിട്ട് നില്ലായി. ഔട്ട്പുട്ട് സി ജി എസ് ടിയിൽ ഇനി 750 റുപ്പീ ബാക്കിയുണ്ടാവും. അതേപോലെ എസ് ജി എസ് ടി നമുക്ക് ക്ലോസ് ചെയ്യാം. അക്കൗണ്ടുകൾ എങ്ങനെ ക്ലോസ് ചെയ്യാം? ഔട്ട്പുട്ട് എസ് ജി എസ് ടി അക്കൗണ്ട് ഡെബിറ്റ് 6000 ടു ഇൻപുട്ട് എസ് ജി എസ് ടി 6000. ഇൻപുട്ട് എസ് ജി എസ് ടി അക്കൗണ്ടിൽ ബാലൻസ് ഒന്നുമില്ല. ഔട്ട്പുട്ട് എസ് ജി എസ് ടി അക്കൗണ്ടിൽ 750 റുപ്പീ ബാലൻസ് ഉണ്ടാവും. ഈ ഡിഫറൻസ് 750 പേ ചെയ്യുന്ന സമയത്ത് നമ്മൾ പാസ് ചെയ്യേണ്ട അടുത്ത എൻട്രി ഔട്ട്പുട്ട് സി ജി എസ് ടി അക്കൗണ്ട് ഡെബിറ്റ് 750, ഔട്ട്പുട്ട് എസ് ജി എസ് ടി അക്കൗണ്ട് ഡെബിറ്റ് 750 ടു ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ 1500. ഈ ഒരൊറ്റ എൻട്രി എഴുതുന്നതിന് പകരം നമുക്കിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടും എൻട്രി എഴുതാം. ചില സമയത്ത് നമുക്കിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എൻട്രി എഴുതേണ്ടി വരും, കാരണം അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് ഉണ്ടാക്കാം. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് IGST ആയിട്ട് ബന്ധപ്പെട്ട എക്സാമ്പിൾസ് ആണ്. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.